നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സ്ട്രൈക്ക് ആയിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ഇന്ന് സ്ട്രൈക്ക് തീരുന്നത് 9 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം വെളുത്തിട്ടാണ് നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 8:30 ഇനി 9 മണിയാകുമ്പോഴത്തേക്ക് ചെന്ന് ജോലിക്ക് കയറിയാൽ മതി. അപ്പോൾ ഇനി ഇന്നലത്തെ സ്ട്രൈക്കിൻ്റെ വിശേഷങ്ങൾ പറയാവേ. ഇന്നലെ റാലി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മെയിൻ സിറ്റികളിലും, ന്യൂസിലൻഡിലെ എല്ലാ മെയിൻ സിറ്റികളിലും നഴ്സസിൻ്റെ റാലി ഉണ്ടായിരുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു നമ്മളെ. ഒരുപാട് ഡോക്ടേഴ്സും അല്ലാത്ത ഹെൽത്ത് കെയർ വർക്കേഴ്സും എല്ലാം വന്ന് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഇവിടുത്തെ സപ്പോർട്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ റാലിക്ക് പോകുന്ന സമയത്ത് പോലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു എക്സ്കോർട്ടായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പോകുന്ന ഇങ്ങനെ നമ്മൾ ഈ കോർണറിലൊക്കെ നിൽക്കുവാണെങ്കിൽ പോകുന്ന വഴിക്ക് പോകുന്ന വണ്ടികളൊക്കെ ഹോങ്ക് ചെയ്തിട്ട് പോകും. അപ്പം അതൊരു സപ്പോർട്ടായിട്ട് നമ്മൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടുത്തെ റാലിയിൽ നടന്നത്. ഇനി അടുത്ത നെഗോഷിയേഷനിലും ഇനി അടുത്ത കാര്യങ്ങളിലും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഗവൺമെൻറ്റിന് ഉറപ്പായി, നമ്മൾ എത്രയും പേര് റാലിക്ക് പോയ ആളുകൾക്ക് ഒരു ദിവസത്തെ ശമ്പളം നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് DHBയുടെ പോക്കറ്റിലുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടെങ്കിലും കൂടുതൽ പേ കിട്ടും എന്ന് ഉദ്ദേശിക്കാം നമുക്ക്. അറ്റ്ലീസ്റ്റ് തരുന്ന 1 ഓഫ് പേയിൽ ആ ഒരു ദിവസത്തെ സാലറി എങ്കിലും 1 ഓഫ് പേയിൽ എക്സ്ട്രാ ആയിട്ട് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതെന്ന് വെച്ചെങ്കിൽ ഒരു സ്റ്റാഫ് സിക്ക് ആയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ലീവിലിരിക്കുകയോ അങ്ങനെയുള്ള ഷോർട്ടേജ് അത് ഫില്ല് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കൺസേൺ ഇപ്പോഴത്തെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്സിൽ അല്ലാത്ത ആളുകൾ നമ്മൾ വാർഡ് ജോലി ചെയ്യുമ്പോൾ ജോലിയിലുള്ളവർ കൂടുതൽ പേഷ്യൻറ്റിനോട് എടുക്കേണ്ടി വരികയും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുകയും, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് ടൈം ഉണ്ട്. അതൊക്കെ കുറയ്ക്കണമെങ്കിൽ കൂടുതൽ സ്റ്റാഫും ഒക്കെ വേണമല്ലോ. അങ്ങനെയുള്ളതാണ് മെയിനായിട്ടുള്ള കൺസേൺ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വളരെ കുറവാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എമർജൻസി സെക്ടറും വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. നമുക്ക് അങ്ങോട്ട് ഒരു ഹോസ്പിറ്റലിൽ സ്ഥലമില്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ നമ്മളിപ്പം വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞെങ്കിൽ 6 മണിക്കൂർ മാക്സിമം 6 മണിക്കൂറിനകം കണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അതുപോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുക, അതിൻ്റെ ഫെസിലിറ്റികൾ കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മുറവിളി കൂട്ടുന്നത്. കൂടുതലായിട്ടും പേഷ്യൻ്റ് കൺസേൺ, അതായത് നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം എന്ന് വേണമെങ്കിൽ തന്നെ പറയും. എന്ന് വെച്ചെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ സമരം നടന്നത് ഇവിടെ. അപ്പോൾ ഇത് DHB അത് കേൾക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പോൾ ഇവിടെ നേരെ 8:30 കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നല്ല വെളിച്ചമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരം വെളുത്ത് വരത്തുള്ളേ. ഇനി ഈ സ്ട്രൈക്ക് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ എന്താണ് നമുക്കതിനുള്ള ഫലം കിട്ടിയത്, അല്ലെങ്കിൽ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് എന്താണ് അതിന് എന്തെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ദിവസത്തെ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്, ബൈ. ഇപ്പോൾ സ്ട്രൈക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ അച്ചീവ്മെൻറ്റ് എന്താണ്, സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇനി അടുത്ത നമ്മുടെ നെഗോഷിയേഷനൊക്കെ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി കൂടുതൽ അപ്പോയിൻമെൻറ്റുകൾ വരുമോ, കൂടുതൽ ജോലി ഓഫറുകളൊക്കെ വരുമോ, കൂടുതൽ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എത്രമാത്രം ആകുമോ എന്നൊക്കെ ഉള്ളത് ഈ നെഗോഷിയേഷനിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇനി ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കീപ് വാച്ചിങ് മൈ വീഡിയോ, ബൈ. ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോഴേ ഈ ബസ്സിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് ശ്രദ്ധിച്ചേ. അപ്പോൾ അത് കണ്ടോ, ഡൗൺ ഫോർ ഫൈൻഡിങ് യുവർ ഫ്യൂച്ചർ ഇൻ ഹെൽത്ത്, സ്റ്റഡി ഹെൽത്ത് സയൻസസ് ഫസ്റ്റ് ഇയർ, ഓപ്പൺ അപ്പ് 10+ ഡിഗ്രി പാത്വേസ്, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ. ഇത് ന്യൂസിലൻഡിലെ ഒരു മെഡിക്കൽ സ്കൂളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ. ന്യൂസിലൻഡിൽ 2 സ്ഥലത്താണ്, 2 യൂണിവേഴ്സിറ്റിയിലാണ് മെഡിക്കൽ സ്കൂളുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിലും രണ്ടാമത് യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലും. ഇവിടെ മെഡിക്കൽ സ്കൂളിലേക്ക് പോകുന്നത് ഇയർ 13 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഹെൽത്ത് സയൻസോ ബയോമെഡോ കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ പരസ്യമാണ് ആ കണ്ടത്. അപ്പോൾ അതും കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം അടുത്ത 2 വർഷത്തിനകം യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോയിലും 20 മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഓപ്പണിംഗ് വരും. അതുപോലെ വൈക്കാട്ട യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ സ്കൂൾ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ കാണും അടുത്ത 2 വർഷം കഴിഞ്ഞെങ്കിൽ. അപ്പം നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. ഇവിടെ
ഡോക്ടേഴ്സിൻ്റെ കുറവ് നന്നായിട്ട് ഉള്ള ഒരു രാജ്യമാണ് കേട്ടോ ന്യൂസിലൻഡ്. എപ്പോഴും നമുക്ക് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ അവർ വോൺ ഔട്ട് ചെയ്യും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അതുപോലെയാണ് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സ്ഥിതി ഇവിടുത്തെ. അതുകൊണ്ട് കൂടുതലും മെഡിക്കൽ സ്റ്റുഡൻസ് വരിക എന്നുള്ള ഇവിടുത്തെ ഒരു ആവശ്യമാണ്. മെഡിക്കൽ സ്കൂൾ 2 വർഷത്തോടെ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.